ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കണു. ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ്. किसके जगह बोल बोल भाई, बोलो यार, किसके जगह? अभी बोल, अभी बताओ ना. किसके किस 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 किसके जगह? സൂര്യകുമാർ യാദവ്. നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് സംസാരിച്ചത് കൊണ്ട് സൂര്യകുമാർ യാദവോ അല്ലെങ്കിൽ ടീമിലുള്ള ആരാണെങ്കിലും കേൾക്കാനൊന്നും പോകുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയാം. എന്നാലും നമ്മുടെ ഒരു വല്ലാത്ത സന്തോഷത്തില് അല്ലെങ്കിൽ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ചില കാര്യങ്ങൾ പറയണമെന്ന് മാത്രം. സൂര്യഭായ്, we never gonna hate you man, we love you. പക്ഷേ കിസ്കെ ജഗേ? അഭി ദേഖാ, അഭി अभी देखा कौन कौन मारा, टका 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 मारा, कौन मारा? സഞ്ജു സാംസൺ. എനിക്ക് ഇങ്ങനൊരു ഇൻട്രോ ഈ കളിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പറയണം തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പറഞ്ഞത്. ചിലപ്പോൾ ക്രിഞ്ചായിട്ട് തോന്നിയിട്ടുണ്ടാവും, ചിലപ്പോൾ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ടാവും. ക്ഷമിക്കുക കേട്ടോ. എനിക്ക് എനിക്ക് വല്ലാത്തൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലിങ്സ്. എത്ര ആൾക്കാർക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. ഈ കളിയൊക്കെ അങ്ങനെ തലകൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും. അല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഇവൻ എന്നൊക്കെ തോന്നാനുള്ള സാധ്യതയാണ് ആക്ച്വലി ഉള്ളത്. അവരുടെ അടുത്ത് പോകാൻ പറ, നമ്മുടെ പിള്ളേർ ഇങ്ങോട്ട് പോവാ. കളി ഇഷ്ടപ്പെടുന്ന, ഈ കളി കണ്ടിട്ട് യഥാർത്ഥത്തിൽ ഫീലിംഗ് തോന്നിയ ആൾക്കാർ ഇങ്ങോട്ട് പോരെ. എന്താ കളി! മിന്നിച്ചു, തകർത്തു, തൂത്തു. ദാറ്റ് ഈസ് ഇന്ത്യ. സഞ്ജുവിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. വെസ്റ്റ് ഇൻഡീസ് ആദ്യം ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു. 195 4 വിക്കറ്റ് പോയി. എത്ര അടിച്ചു? 195 റൺസ് അടിച്ചു. ചെറിയ സ്കോറൊന്നും അല്ല, വലിയ സ്കോർ തന്നെയാണ്. അതിനുശേഷം ഇന്ത്യ എത്ര വേണം ജയിക്കാൻ? 196 വേണം ജയിക്കാൻ. അടിച്ചു 199, 5 വിക്കറ്റ് പോയി. കളി തൂക്കിട്ടെ ഇന്ത്യ വോൺ ദ ഗെയിം. ഇന്ത്യ വോൺ ദ മാച്ച്. The one name, the one and only സഞ്ജു സാംസൺ. മുത്തല്ലടോ, മുത്ത് ചക്കര. സീരിയസ്ലി മാൻ, ഇമോഷണലായി കണ്ണൊന്ന് വെള്ളം വന്നു സന്തോഷമായിട്ട്. അണ്ണൻ കളി ജയിപ്പിച്ചിട്ട് ഗ്രൗണ്ടില് മുട്ടൊത്തിരി ഇരുന്ന് അത് കണ്ടപ്പോ ശരിക്കും കാരണം നമുക്ക് ഇഷ്ടമാണ്. ആഗ്രഹിച്ചിട്ടുണ്ട് അയാളുടെ ഒരു പട്ടി, അയാള് നിന്ന് കളിക്കണം ആഗ്രഹിച്ചിട്ടുണ്ട്, കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അവസരങ്ങളില്ലാത്ത അവസ്ഥ, കളിയാക്കലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആൾക്ക്, അല്ലെ? ഇവിടെ നമ്മുടെ ആൾക്കാർ തന്നെ പുള്ളിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുന്ന സമയത്താണെങ്കിലും ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവസരങ്ങൾ ഇല്ല, നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ വിചാരിച്ച രീതിയിൽ കളിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അത്തരത്തിലുള്ള അവസ്ഥയിലൂടെ പോകുന്നൊരു ചങ്ങാതി നമുക്ക് ഫീൽ ചെയ്യും അയാളുടെ ഫീലിംഗ് എന്താണ് എന്നുള്ളൊരു സംഗതി. അപ്പൊ നമ്മൾ അങ്ങനെ അയാളുടെ കളി കാണുമ്പോ ഔട്ടാവല്ലേ കളിയാ, നിക്ക് പേടിച്ചിട്ടാണ് അയാളുടെ കളി കാണുക. അങ്ങനെ ഒരു അവസ്ഥയാണ് അയാളുടെ കളി കാണുമ്പോൾ. അപ്പൊ ഞാൻ സത്യമായിട്ട് പറയാം, എന്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, സഞ്ജു ഇന്നത്തെ കളിയില് 20-25 ഇല്ല 40+ എടുക്കണം. 40+ എടുത്താൽ മതി, എടുക്കണം എന്നാണ് അതാണ് ആഗ്രഹിച്ചത്. കൂടുതലൊന്നും ആഗ്രഹിച്ചിട്ട് 40+ പോകണം എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷെ മുത്തുമണി 40+ എവിടെ നിന്ന്? കുറേയും കൂടിയും എന്താ പറയാ, നിൽക്കാനുള്ള അവസരം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, അതായത് കുറച്ച് റൺസ് കൂടി ജയിക്കാൻ വേണമായിരുന്നു എന്നുണ്ടെങ്കിൽ അണ്ണൻ ചിലപ്പോൾ അടിച്ച് 100 കൂടി അടിച്ചിട്ടുണ്ടാവും. 199 റൺ അടിച്ചു ഇന്ത്യ ജയിച്ചു. 97 റണ്ണ് എവളോ 97 റൺസ് സഞ്ജു അടിച്ചെടുത്തതാ. സഞ്ജു ദ വൺ ആൻഡ് ഓൺലി സഞ്ജു സാംസൺ. കളി ജയിപ്പിച്ചില്ലേ മുത്തെ? ഒറ്റയ്ക്ക് നിന്നിട്ട് ഔട്ടായില്ല, നോട്ട് ഔട്ട്. ഒറ്റയ്ക്ക് നിന്ന് കളി ജയിപ്പിച്ചു സഞ്ജു സാംസൺ. എടുത്തു പറയേണ്ടത് കമോൺ മാൻ. ഫേസ്ബുക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങേര് കഴിഞ്ഞ കളി 24 പുറത്തായപ്പോ ഫേസ്ബുക്കിൽ 1-2 ആൾക്കാരുടെ പോസ്റ്റ് ഞാൻ കണ്ടു, അയാളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട്. ഇവന്റെ ഫാൻറ്റൊക്കെ അവിടെ കുറച്ച് ആൾക്കാരുണ്ടോ, ഭൂരിഭാഗം ആൾക്കാര് സഞ്ജുവിന് സപ്പോർട്ടാ. പക്ഷെ കുറച്ച് പൊട്ടപ്പെട്ടികൾ ആക്ച്വലി ഉണ്ടായിരുന്നു.
അയാൾ അപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോരാ അവർക്ക്. കഴിഞ്ഞ കളിയിൽ സഞ്ജു ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്ന് പറയുന്നത് ചെറുതല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വലിയ ഇമ്പാക്ട് തന്നെയാണ്. കിട്ടില്ല സ്റ്റാർട്ടിങ് പുള്ളി തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് പുള്ളിയാ. അന്നും കുറച്ച് വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു അയാളെ ക്രിട്ടിസൈസ് ചെയ്യാൻ. ആ ചങ്ങാതി ഇന്നത്തെ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള കളി 97 റൺസ് അടിച്ചു, ഇന്ത്യയെ ജയിപ്പിച്ചു, ഒറ്റയ്ക്ക് നിന്ന് ജയിപ്പിച്ചു. ഓഫ് കോഴ്സ് തിലക് 27 എന്തോ അടിച്ചു. ഓഫ് കോഴ്സ് ബാക്കി കൂടെ കളിച്ചവരെ ഒന്നും നമ്മള് കുറച്ച് കാണുന്നില്ല. പക്ഷെ ഇന്നത്തെ ഈ കളിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് സഞ്ജു സാംസൺ, ആ പേര്, ആ മുഖം, അതാണ് മനസ്സിൽ വരുന്നത്. അത്രയേ ഉള്ളൂ. ഇവിടെ കയറ്റി വെക്കണം സംസാരിക്കുമ്പോ. ഓക്കെ, നമ്മള് വിമർശിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പൊ ഞാനും മുമ്പൊക്കെ വിമർശിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇഷ്ടം കൊണ്ടുള്ള വിമർശനം, അല്ലാണ്ട് നമ്മൾ ബ്രൂട്ടലി ഒന്നും വിമർശിച്ച് സംസാരിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ സംസാരിക്കാൻ നമ്മൾ ആളുമല്ല. കാരണം നമ്മൾ പാടക്കളിക്കാരാണ്, അവർക്ക് ഗ്രൗണ്ടില് വേറെ ഇന്റർനാഷണൽ ലെവലിൽ കളിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് നമ്മൾ വിമർശിക്കുന്ന ഒരു സ്നേഹത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയാ, ഒരു ഫിയറിന്റെ പുറത്ത് ക്രിട്ടിസൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് എടോ, നമ്മുടെ പയ്യൻ, നമ്മുടെ ചെക്കനാ വിമർശിച്ചതിനെക്കാട്ടിലും കൂടുതൽ അയാളെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. മനസ്സുകൊണ്ടാണെങ്കിലും എന്താ പറയാ, ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണെങ്കിലും പബ്ലിക്കിൽ സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഭൂരിഭാഗം സമയത്തും സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടുള്ളൂ. കാരണം അങ്ങനെയാണ് നമ്മൾ അയാളെ കാണുന്നത്. അപ്പോ അങ്ങനെ ഒരു ചെങ്ങയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കളി ഉണ്ടാവുന്ന സമയത്ത് നമ്മളത് നമ്മൾ കൂടുതൽ ഇങ്ങനെ വലിപ്പിച്ച് കാണിക്കുമല്ലോ. അത് നമ്മള് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുക പറയൊന്നുമല്ല, ഉള്ള കാര്യമാണ് പറയുന്നത്. കണ്ട ആൾക്കാരൊക്കെ അറിയാം ഇന്നത്തെ കളി ഞെട്ടിച്ചൂട്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സഞ്ജുവിന്റെ സ്കോർ എന്ന് പറയുന്നത് ഒരു 40-45 ആഗ്രഹിച്ച സ്കോറാണ്. അത് മാക്സിമം അതെങ്കിലും നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. കണ്ണ് അറിയിപ്പിച്ചു, മനസ്സെന്ന് അറിയിപ്പിച്ചു. അതാണ് പറയാനുള്ളത്. പറഞ്ഞിട്ട് മതിയാവുന്നില്ലെന്ന്. കാരണം അങ്ങനെ ഞാൻ വൈകിപ്പോയടോ വീഡിയോ ചെയ്യാൻ. കാരണം ഞാൻ കളി കണ്ട് കഴിഞ്ഞോടെ എടുക്കേണ്ടതായിരുന്നു. പക്ഷെ മറ്റു ചില തിരക്കുകളിൽ പോയി പെട്ടതുകൊണ്ട് ആ സമയത്ത് ചെയ്തതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സൈറ്റഡ് ആയിട്ട് ഞാൻ സംസാരിച്ചേനെ. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ആ എക്സൈറ്റ്മെന്റ് വിട്ടുപോയിട്ടില്ല, ആ ഒരു സന്തോഷം ആക്ച്വലി വിട്ടുപോയിട്ടില്ല. കാരണം ആ ഫീലാണ് ആക്ച്വലി കിട്ടണത്. പിന്നെ എടുത്തു പറയേണ്ടത്, ഇന്ന് വെറുതെ സഞ്ജു കളിച്ചത് ബോള് വരിക, ഡിഫൻസീവ് മോഡിൽ നിന്നിട്ട് അറ്റാക്കിംഗ് മോഡിൽ നിന്നിട്ട് ആട്ടിക്കാന്നുള്ള മൂഡിൽ മാത്രമല്ല എടുത്തു പറയേണ്ടത്. നല്ലൊരു ക്രിക്കറ്ററായിട്ട് അങ്ങേര് നല്ല രീതിയിൽ വളരെ ക്ലാസ് ആയിട്ട് കൂടിയിട്ട് കളിച്ചിട്ടുണ്ട്. എടുത്തു പറയണം ആ ഒരു മാറ്റത്തെ. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള എന്താണ്, വെറുതെ അടിക്കുക പിടിക്കുക എന്നുള്ളൊരു സംഗതി മാത്രം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയാം. പക്ഷെ ഈ വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള മാച്ചില് ക്ലാസ് ആയിട്ടുള്ള രീതിയിലും കളിച്ചിട്ടുണ്ട്. അടി പിടി മാത്രമല്ല, അയാളുടെ കയ്യിൽ ഇന്ത്യ ജയിപ്പിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തില്, അല്ലെങ്കിൽ ആ ഒരു വല്ലാത്ത ആഗ്രഹത്തില് ഞാൻ നിൽക്കണം. ഓരോ ബാറ്റ്സ്മാൻമാരും പുറത്തായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സഞ്ജുവിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന കാര്യം അതായിരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പേഴ്സണലി എനിക്ക് ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു. ഓരോരുത്തരും പുറത്തു പോകുന്ന സമയത്ത് സഞ്ജുവിന്റെ മനസ്സിൽ ഇതായിരിക്കും, ഞാൻ നിൽക്കണം, ഞാൻ അടിക്കണം, ഞാൻ ജയിപ്പിക്കണം, ഞാൻ അവസാനം വരെ നോട്ട് ഔട്ട് ആയിട്ട് നിന്ന് കൊണ്ടുവരണം എന്നുള്ള മൂഡിലാണ് അയാൾ നിന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അയാളുടെ ബോഡി ലാംഗ്വേജിൽ അത് ആക്ച്വലി ഉണ്ടായിരുന്നു. ഞാൻ അയാളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം ആൾക്ക് ഹീസ് കോൺഫിഡന്റ് മാൻ, ഹി വാസ് കോൺഫിഡന്റ് ഇനഫ്. സീരിയസ്ലി കളി കഴിഞ്ഞിട്ട് അണ്ണൻ അവിടെ ഇരുത്ത മൈൻഡിൽ നിന്ന് പോകുന്നില്ല. കാരണം അത് നമ്മളെല്ലാവർക്കും ഫീൽ ചെയ്തൊരു കാര്യമാണോ, സീരിയസ്ലി. അങ്ങനെ നിക്കണം എന്ന് ആഗ്രഹിച്ച നമുക്ക് ഇവളോ ഫീലിംഗ്, പിന്നെ അങ്ങനെ നിന്ന് അയാൾക്ക് എത്ര ഫീലിംഗ് ഉണ്ടാവും, അയാളുടെ കുടുംബക്കാർക്ക് എത്ര ഫീലിങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ കളി നേരിട്ട് കാണാൻ പറ്റിയ ആൾക്കാർക്ക് എജാതി ഫീലിങ്സ് ആക്ച്വലി കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇത് ക്രിക്കറ്റായിട്ട് ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ ക്രിക്കറ്റിനോട് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര എക്സാജറേഷൻ ആയിട്ട് തോന്നും. പക്ഷെ ഇത് അത്രയും മനസ്സ് കൊണ്ട് നടക്കുന്ന അങ്ങനെ പാഷനായിട്ടുള്ള ആൾക്കാർക്ക് ഈ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ, കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാസ്റ്റ് സൂര്യകുമാർ യാദവ് ആണെങ്കിലും അയാളെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ
ആ ഒരു കൊടുത്ത റെസ്പെക്ട് എന്ന് പറയുന്നത് കൂടി കണ്ടപ്പോ ഐ ആം ഡൺ. ഐ ആം ടോട്ടലി ഹാപ്പി. ഐ എം റിയലി ബ്ലഡി സാറ്റിസ്ഫൈഡ്. दिस इज संजू. अभी देखा किसके जगह पे क्या कौन आया. एक बात याद रखनी चाहिए भाई, संजू के जगह पे सिर्फ संजू संजू सैमसन आएगा.